നമസ്കാരം. പ്രധാന വാർത്തകൾ. നിയമസഭാ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയ പോരും മുറുകുന്നു. ചിറ്റൂർ നിയോജക മണ്ഡലം സ്ഥാനാർത്ഥി സുമേഷ് അച്യുതന്റെ തെരഞ്ഞെടുപ്പ് പ്രചരണ ബോർഡുകൾ നശിപ്പിച്ചു. വണ്ടിത്താവളത്ത് സ്ഥാപിച്ച ബാനറുകളും പോസ്റ്ററുകളുമാണ് വ്യാപകമായി നശിപ്പിച്ചത്. പരാജയഭീതിയാണ് രാഷ്ട്രീയ എതിരാളികളെ ഇത്തരം പ്രവൃത്തികൾക്ക് പ്രേരിപ്പിക്കുന്നതെന്ന് നിയോജക മണ്ഡലം UDF ചെയർമാൻ രതീഷ്. മഹിളാ കോൺഗ്രസ് മുൻ മണ്ഡലം പ്രസിഡന്റും നിലവിൽ ജില്ലാ സെക്രട്ടറിയുമായ ജയലക്ഷ്മി BJPയിലേക്ക്. കൂനത്രയിൽ നടന്ന ഷൊർണൂർ മണ്ഡലം NDA സ്ഥാനാർത്ഥി ശങ്കു ടി ദാസിന്റെ പ്രചരണ പരിപാടിയിൽ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി ജയലക്ഷ്മിയെ ഷാൾ അണിയിച്ച് സ്വീകരിച്ചു. കോങ്ങാട് മണ്ഡലം NDA സ്ഥാനാർത്ഥി രേണു സുരേഷിന്റെ റോഡ് ഷോ കോങ്ങാട്ടിൽ. നിരവധി പ്രവർത്തകർ റോഡ് ഷോയുടെ ഭാഗമായി. കേന്ദ്രസേനയുടെ റൂട്ട് മാർച്ച് ചെറുതുരുത്തിയിൽ. ഷൊർണൂർ കുളപ്പള്ളി ബസ് സ്റ്റാൻഡിൽ വയോധികനെ മരിച്ച നിലയിൽ കണ്ടെത്തി. ഏകദേശം 65 വയസ്സ് തോന്നിക്കുന്ന വയോധികനെയാണ് മരിച്ച നിലയിൽ കണ്ടെത്തിയത്. പാലക്കാട് മെഡിക്കൽ കോളേജിന്റെ പ്രവർത്തനം പൂർണ്ണ സജ്ജമാക്കാൻ തടസ്സം നിൽക്കുന്ന കേരള സർക്കാരിന്റെയും ഉദ്യോഗസ്ഥന്മാരുടെയും മെല്ലെ പോക്കിൽ പാലക്കാട് മെഡിക്കൽ കോളേജ് സമരസമിതിയുടെ നേതൃത്വത്തിൽ റീത്ത് വെച്ച പ്രതിഷേധം. ആരോഗ്യവകുപ്പിന്റെ ചികിത്സാ പിഴവിൽ വലതുകൈ മുറിച്ചു മാറ്റപ്പെട്ട വിനോദിനിയും സമരവേദിയിൽ. റീത്ത് വെച്ചത് വിനോദിനി. സമരത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് പാലക്കാട് മണ്ഡലം NDA സ്ഥാനാർത്ഥി ശോഭാ സുരേന്ദ്രൻ. വാർത്തകൾ വിശദമായി. ആദ്യം തിരഞ്ഞെടുപ്പ് വാർത്തകൾ. ചിറ്റൂർ നിയോജക മണ്ഡലം സ്ഥാനാർത്ഥി സുമേഷ് അച്യുതന്റെ തിരഞ്ഞെടുപ്പ് പ്രചരണ ബോർഡുകൾ നശിപ്പിച്ചു. വണ്ടിത്താവളത്ത് സ്ഥാപിച്ച ബാനറുകളും പോസ്റ്ററുകളുമാണ് വ്യാപകമായി നശിപ്പിക്കപ്പെട്ടത്. പരാജയഭീതിയാണ് രാഷ്ട്രീയ എതിരാളികളെ ഇത്തരം പ്രവൃത്തികൾക്ക് പ്രേരിപ്പിക്കുന്നതെന്ന് നിയോജക മണ്ഡലം UDF ചെയർമാൻ രതീഷ് പറഞ്ഞു. എന്ത് പറയാനാണ് ഒരു പ്രചരണം നടത്താനോ ഒരു വാൾ പോസ്റ്റ് വയ്ക്കാനോ ഒരു ബാനർ കെട്ടാനോ അവിടെ സ്വാതന്ത്ര്യമില്ല. സമൂഹ വിരോധികൾ വെച്ച ഉടനെ തന്നെ അത് കയറിക്കളയുന്ന ഒരവസ്ഥ. ആദ്യം ഞങ്ങളിവിടെ കാല് നാട്ടിയിരുന്നു. ആ കാല് പിഴുതു കറഞ്ഞു. അതിനൊരു മത്തീസം വെച്ച് നിങ്ങളവിടെ വെച്ചോളിന്ന് പറഞ്ഞായിരുന്നു ചിലർ വന്നിട്ട്. അപ്പം ഇന്നലെ രാത്രി വയ്ക്കുമ്പോഴേക്കും വെളുക്കുന്നതിനകത്ത് ഇത് ചെല്ലിക്കളിയാണുണ്ടായത്. പരാജയഭീതിയാണ് രാഷ്ട്രീയ എതിരാളികൾ ഇത്തരം പ്രവൃത്തികൾ പ്രേരിപ്പിക്കുന്നതെന്ന് നിയോജക മണ്ഡലം UDF ചെയർമാൻ രതീഷ് പറഞ്ഞു. LDF സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് V മുരുകദാസിന്റെ രാഷ്ട്രീയം ഇതാണോ എന്നും അദ്ദേഹം ചോദിച്ചു. പ്രചരണ ബോർഡുകൾ നശിപ്പിച്ചവർക്കെതിരെ പാർട്ടി പ്രവർത്തകർ പോലീസിൽ പരാതി നൽകി. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. മഹിളാ കോൺഗ്രസ് മുൻ മണ്ഡലം പ്രസിഡന്റും നിലവിൽ ജില്ലാ സെക്രട്ടറിയുമായ ജയലക്ഷ്മി BJPയിൽ ചേർന്നു. ഷൊർണൂർ പൂനത്രയിൽ വെച്ച് നടന്ന പരിപാടിയിൽ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി ഷാൾ അണിയിച്ച് സ്വീകരിച്ചു. ഷൊർണൂർ മണ്ഡലം NDA സ്ഥാനാർത്ഥി ശങ്കു ടി ദാസിന്റെ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന്റെ ഭാഗമായാണ് കൂനത്രയിൽ കുടുംബയോഗം സംഘടിപ്പിച്ചത്. കൊലപാതക പാരമ്പര്യമുള്ള ആൾക്കാർക്ക് വരെ MLA ആകാനും ഉന്നത കസേരകളിൽ വന്ന് ഇരിക്കാനും സാധിക്കും. അവിടെ ഇതാരായെന്ന് ആരും ചോദിക്കാറില്ല. ഈ സ്വഭാവം കേരളം ഇത്തവണ മാറ്റുമെന്ന് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി പറഞ്ഞു. ഷൊർണൂർ നിയോജക മണ്ഡലം NDA സ്ഥാനാർത്ഥി ശങ്കുട്ടിദാസിന്റെ പ്രചരണാർത്ഥം കൂനത്തറയിൽ വെച്ച് നടന്ന കുടുംബയോഗത്തിൽ പങ്കെടുത്ത് സംസാരിക്കുകയായിരുന്നു സുരേഷ് ഗോപി. ഞങ്ങളുടെ നേതാക്കളല്ല മനസ്സിലാക്കുന്നത്, മറിച്ച് എതിർപക്ഷത്തുള്ള പ്രതിപക്ഷത്തുള്ള രണ്ട് കക്ഷികളുടെയും പ്രബലമായ 2, 3, 4, 5 കക്ഷികളുടെ ബാക്കിയെല്ലാം ഈ തെറിച്ച് ഉണ്ടായ അല്ലേ പാർട്ടികളല്ലേ. എങ്ങനെ തെറിച്ചെന്നാ ഞാൻ ഉദ്ദേശിച്ചത് അല്ലേ? നമ്മള് നാട്ടു ഭാഷയിൽ പറയും മുള്ളിത്തെറിച്ചുണ്ടായ അല്ലെ ഈർക്കിലി പാർട്ടികൾ, അങ്ങനെയൊക്കെ പല ഓമന പേര് വിട്ട് വിളിക്കും. പ്രബലരായ രാഷ്ട്രീയ കക്ഷികൾക്കറിയാം ഭാരതീയ ജനതാ പാർട്ടിയുടെ കരുത്ത് ഏത് ദിശയിലാണ് വളർന്നിരിക്കുന്നത്. മലയാള ഹൃദയത്തിന്റെ ഒരു തട്ടകത്തിൽ അവർക്ക് എന്താണെന്ന് മൂല്യവർദ്ധനവുണ്ടായിരിക്കുന്നതെന്ന് കേരളമാകെ മനസ്സിലാക്കിയതിന്റെ പശ്ചാത്തലത്തിൽ ഈ 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിന് ഒരുപാട് പ്രത്യേകതകളുണ്ട്. BJPയിൽ ചേർന്ന മഹിളാ കോൺഗ്രസ് മുൻ മണ്ഡലം പ്രസിഡന്റും നിലവിൽ ജില്ലാ സെക്രട്ടറിയുമായ ജയലക്ഷ്മിയെ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി ഷാൾ അണിയിച്ച് സ്വീകരിച്ചു. ഷൊർണൂർ മണ്ഡലം വൈസ് പ്രസിഡന്റ് PP ഷാജു അധ്യക്ഷത വഹിച്ചു. വാർഡ് അംഗങ്ങൾ K സംഗീത, VP രാധാമണി, P ജയരാജൻ, മണ്ഡലം പ്രസിഡന്റ് V രഞ്ജിത്ത്, വെസ്റ്റ് ജില്ലാ പ്രസിഡന്റ് P വേണുഗോപാൽ, പത്മശ്രീ രാമചന്ദ്ര പുലവർ, S ധനേഷ് തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, ഒറ്റപ്പാലം. കോങ്ങാട് മണ്ഡലം NDA സ്ഥാനാർത്ഥി രേണു സുരേഷിന്റെ നേതൃത്വത്തിൽ കോങ്ങാട് മണ്ഡലത്തിൽ റോഡ് ഷോ നടന്നു. കല്ലടിക്കോട് ദീപ ജംഗ്ഷനിൽ നിന്നും തുടങ്ങിയ റോഡ് ഷോ കോങ്ങാട് സമാപിച്ചു. നിരവധി പ്രവർത്തകർ റോഡ് ഷോയുടെ ഭാഗമായി. ശക്തമായ താക്കീത് നൽകിക്കൊണ്ട് ഭാരതീയ ജനതാ പാർട്ടി നേതൃത്വം കൊടുക്കുന്ന NDAയുടെ കരുത്തരിൽ കരുത്തയായ സാരഥി ശ്രീമതി രേണു സുരേഷ് ഈ വാഹനത്തിന്റെ
ആന്ധ്രാപ്രദേശ് സ്റ്റേറ്റ് മീഡിയ സെൽ കൺവീനർ ദിലീപ് കൊലേരി റോഡ് ഷോ ഉദ്ഘാടനം ചെയ്തു. 100 കണക്കിന് ബൈക്കുകളുടെ അകമ്പടിയിൽ കല്ലരിക്കോട് ദീപ ജംഗ്ഷനിൽ നിന്ന് തുടങ്ങി കോങ്ങാട് കുടം ഓഡിറ്റോറിയത്തിന് സമീപം അവസാനിച്ചു. കോങ്ങാട് മണ്ഡലം പ്രസിഡന്റ് ഗംഗാ ഭഗത്, കരിമ്പ മണ്ഡലം പ്രസിഡന്റ് നിതിൻ കെ ശങ്കർ, ഭാരതീയ ജനതാ പാർട്ടിയുടെ ജില്ലാ വൈസ് പ്രസിഡന്റ് MP ശ്രീകുമാർ മാസ്റ്റർ, ജില്ലാ സെക്രട്ടറിമാരായ P രാജീവ് മാസ്റ്റർ, രവി അടിയത്ത് എന്നിവർ നേതൃത്വം നൽകി. കോങ്ങാട് സംവരണ മണ്ഡലമായിട്ട് പോലും ഇവിടെ നിന്ന് ജയിച്ചുപോയ ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളുടെ MLA-മാർ യാതൊരു വികസന പ്രവർത്തനങ്ങളും ചെയ്തിട്ടില്ലെന്ന് സ്ഥാനാർത്ഥി രേണു സുരേഷ് ആരോപിച്ചു. വികസനത്തിനെതിരെ നിൽക്കുന്ന ഇത്തരം നിലപാടുകൾ എടുക്കുന്ന ഇടതു വലതു മുന്നണികൾ വികസനത്തെക്കുറിച്ച് ചർച്ച ചെയ്യാൻ മുന്നോട്ട് വരണമെന്നും അതിന് താൻ തയ്യാറാണെന്നും രേണു സുരേഷ് പറഞ്ഞു. ഇവിടെ ഈ മണ്ഡലത്തിലുള്ളത് ഇതൊരു പട്ടികജാതി സംവരണ മണ്ഡലമാണെങ്കിൽ പോലും ഇവിടെ നിന്ന് ജയിച്ചു പോയിട്ടുള്ള MLA യാതൊരു കാര്യങ്ങളും ഈ മണ്ഡലത്തിന് വേണ്ടി ചെയ്തിട്ടില്ല. ഉദാഹരണം പറയുകയാണെങ്കിൽ പട്ടികജാതി കുട്ടികൾക്ക് വിദ്യാഭ്യാസത്തിനായിട്ടുള്ള ഗ്രാന്റ് അത് കൊടുക്കാൻ പോലും, അതിന്റെ ഒരു ശബ്ദം നിയമസഭയിൽ എത്തിക്കാൻ പോലും ഇവിടുത്തെ MLAക്ക് സാധിച്ചിട്ടില്ല എന്നുള്ളത് വളരെ ദുഃഖകരമായിട്ടുള്ള ഒരു അവസ്ഥ തന്നെയാണ് ഈ നാട്ടിലെ ആളുകൾ അനുഭവിക്കുന്നത്. ഇത് ജനങ്ങൾ തിരിച്ചറിഞ്ഞു തുടങ്ങി. ഭാരതീയ ജനതാ പാർട്ടിയുടെ സർക്കാർ കേന്ദ്രത്തിൽ അധികാരത്തിൽ വന്നപ്പോൾ ഏറ്റവും കൂടുതൽ പട്ടികജാതി വികസനത്തിന് വേണ്ടിയിട്ടുള്ള നിരവധി ഫണ്ടുകൾ വന്നിട്ടുണ്ട്. ഈ ഫണ്ടുകളൊന്നും കൃത്യമായിട്ട് ഉപയോഗിക്കാതെ അത് വകമാറ്റി ചെലവഴിച്ചുകൊണ്ട് അല്ലെങ്കിൽ ആ പീരീഡ് കഴിയുമ്പോൾ അത് ലാപ്സാക്കിക്കൊണ്ട് ഈ നാടിനെ മുടിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു MLA ആണ് ഇവിടെ ഉള്ളത്. എനിക്ക് എടുത്തെടുത്ത് പറയാൻ ഒരുപാട് ഉദാഹരണങ്ങളുണ്ട്. നാളെ മുതൽ ഈ മുഴുവൻ ആളുകളെയും, മാക്സിമം ആളുകളെ കാണുകയും അവരോട് വികസനത്തെക്കുറിച്ച് ഞങ്ങൾ ചർച്ച ചെയ്യുകയും ചെയ്യുന്നു. ഒരു കാര്യം എനിക്ക് പറയാനുള്ളത്, ഇവിടെ വികസനം ചർച്ച ചെയ്യാൻ ഞാൻ തയ്യാറാണ്. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല. തെരഞ്ഞെടുപ്പിന്റെ ഭാഗമായി കേന്ദ്രസേന ചെറുതുരുത്തിയിൽ റൂട്ട് മാർച്ച് നടത്തി. ചെറുതുരുത്തി സ്കൂൾ പരിസരത്ത് നിന്ന് തുടങ്ങി കൊച്ചിൻ പാലം വരെ സേനാംഗങ്ങളും ചെറുതുരുത്തി പോലീസും അടങ്ങുന്ന ടീമാണ് റൂട്ട് മാർച്ച് നടത്തിയത്. ചെറുതുരുത്തി CI രാജേന്ദ്രൻ നായർ, SI K ജസ്റ്റിൻ, SI TR ഭൂമാൻ സിംഗ് തുടങ്ങിയവർ നേതൃത്വം നൽകി. ഷൊർണൂർ കുളപ്പള്ളി ബസ് സ്റ്റാൻഡിനുള്ളിൽ വയോധികനെ മരിച്ച നിലയിൽ കണ്ടെത്തി. ഏകദേശം 65 വയസ്സ് പ്രായം തോന്നിക്കുന്ന വയോധികനെയാണ് ദുരൂഹ സാഹചര്യത്തിൽ കണ്ടെത്തിയത്. ആക്രി സാധനങ്ങൾ പെറുക്കിവിറ്റിരുന്ന തമിഴ്നാട് സ്വദേശിയായ മുരുകൻ എന്ന വിളിപ്പേരുള്ള ആളാണ് മരിച്ചത്. ഞായറാഴ്ച രാവിലെ കുളപ്പള്ളി ബസ് സ്റ്റാൻഡിനുള്ളിലെ വിശ്രമ സ്ഥലത്തായിരുന്നു മരിച്ചു കിടക്കുന്ന നിലയിൽ കണ്ടത്. സമീപത്തെ കട നടത്തുന്ന ആളാണ് മൃതദേഹം ആദ്യം കാണുന്നത്. പിന്നീട് പോലീസിനെ വിവരം അറിയിക്കുകയായിരുന്നു. തലയിൽ മുറിവ് സംഭവിച്ചിട്ടുണ്ട്. ഷൊർണൂർ പോലീസ് സ്ഥലത്തെത്തി മേൽനടപടികൾ സ്വീകരിച്ചു. ഇയാൾ കഴിഞ്ഞ 1.5 വർഷത്തിലധികമായി കുളപ്പള്ളിയിലും പരിസര പ്രദേശങ്ങളിലുമായി ഉള്ളയാളാണ്. പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് ശേഷം മാത്രമേ മരണകാരണം വ്യക്തമാകൂ. ന്യൂസ് സെന്റർ, ഷൊർണൂർ. ഓൾ ഇന്ത്യ എംപ്ലോയീസ് പ്രൊവിഡന്റ് ഫണ്ട് പെൻഷനേഴ്സ് അസോസിയേഷൻ ഷൊർണൂർ യൂണിറ്റ് കുടുംബസംഗമം നടന്നു. യൂണിയൻ സെക്രട്ടറി VP രാധാകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. പെൻഷൻകാർക്ക് മിനിമം പെൻഷൻ 9,000 രൂപയാക്കി ഉയർത്തണമെന്നും ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതി നടപ്പിലാക്കണമെന്നും യോഗം ആവശ്യപ്പെട്ടു. പാലക്കാട് ഓൾ ഇന്ത്യ എംപ്ലോയീസ് പ്രൊവിഡന്റ് ഫണ്ട് പെൻഷനേഴ്സ് അസോസിയേഷൻ ഷൊർണൂർ യൂണിറ്റ് വാർഷിക പൊതുയോഗം ഞായറാഴ്ച രാവിലെ പാറക്കുട്ടിക്കാവ് ഓഡിറ്റോറിയത്തിൽ സംഘടിപ്പിച്ചു. യൂണിയൻ സെക്രട്ടറി VP രാധാകൃഷ്ണൻ യോഗം ഉദ്ഘാടനം ചെയ്തു. നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റും, പക്ഷെ പലരും നമുക്ക് നിരാശയാണ്. കാരണം 97 മുതൽ തുടങ്ങിയിട്ടുള്ള ഈ സംഘടന നിങ്ങൾ എന്ത് നേടിയെടുത്തു, അല്ലെങ്കിൽ നമ്മൾക്ക് എന്ത് കിട്ടി, എത്ര ഇതിൽ നമുക്ക് ഇൻക്രീസ് ആയി, അല്ലെങ്കിൽ നമ്മൾക്ക് ഇത് പെൻഷൻ വർധനവുണ്ടായി എന്നുള്ളത് ഒക്കെ ചിന്തിച്ചിട്ടാണ് ഓരോരുത്തർ നിരാശരായിട്ട് കിട്ടുന്നത്. പക്ഷേ 97 മുതൽ നമ്മൾ തുടങ്ങിയിട്ടുള്ള സംഘടന പ്രൊവിഡന്റ് പെൻഷൻ അസോസിയേഷൻ നിരന്തരമായ സമരങ്ങളുടെ പോരാട്ടങ്ങളാണ്. അസോസിയേഷൻ പ്രസിഡന്റ് ചന്ദ്രശേഖരൻ അധ്യക്ഷത വഹിച്ചു. യൂണിയൻ സെക്രട്ടറി ഹരിദാസൻ പ്രവർത്തന റിപ്പോർട്ട് അവതരിപ്പിച്ചു. ട്രഷറർ രാമേന്ദ്രൻ വരവ് ചെലവ് കണക്കും അവതരിപ്പിച്ചു. താലൂക്ക് യൂണിയൻ ട്രഷറർ ഗോപാലൻ മുഖ്യപ്രഭാഷണം നടത്തി. വൈസ് പ്രസിഡന്റ് കനകരാജ്, PK വേണു, മണികണ്ഠൻ, KV വാസു, വേണു തുടങ്ങിയവർ സംസാരിച്ചു. പെൻഷൻകാർക്ക് മിനിമം പെൻഷൻ 9,000 ആക്കി ഉയർത്തുക, DA വെയിറ്റേജ് എന്നിവ നടപ്പിലാക്കുക, ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതി ഉടൻ പുനരാരംഭിക്കുക തുടങ്ങിയ ആവശ്യങ്ങളും യോഗം പ്രമേയത്തിലൂടെ ഉന്നയിച്ചു. ന്യൂസ് സെന്റർ, ഷൊർണൂർ. പാലക്കാട് മെഡിക്കൽ കോളേജിന്റെ പ്രവർത്തനം പൂർണ്ണ സജ്ജമാക്കാൻ തടസ്സം നിൽക്കുന്ന കേരള സർക്കാരിന്റെയും ഉദ്യോഗസ്ഥന്മാരുടെയും മെല്ലെപ്പോക്കിൽ പാലക്കാട് മെഡിക്കൽ കോളേജ് സമരസമിതിയുടെ നേതൃത്വത്തിൽ റീത്ത് വെച്ച് പ്രതിഷേധ സമരം. ആരോഗ്യവകുപ്പിന്റെ ചികിത്സാ പിഴവിന്റെ പേരിൽ വലതുകൈ മുറിച്ചു പാറ്റപ്പെട്ട വിനോദിനി റീത്ത് വെച്ച് സമരം ഉദ്ഘാടനം ചെയ്തു. സമരത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് NDA സ്ഥാനാർത്ഥി ശോഭ സുരേന്ദ്രൻ സമരവേദിയിലെത്തി. റീത്ത് വെച്ചാണ് ശോഭ സുരേന്ദ്രൻ സമരത്തിൽ ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചത്. ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്ത് പാലക്കാടിന് അനുവദിച്ച ഗവൺമെന്റ് മെഡിക്കൽ കോളേജിനെ
പിന്നീട് വന്ന സർക്കാരുകൾ അവഗണിക്കുകയായിരുന്നു. ആവശ്യത്തിന് ഡോക്ടർമാരില്ലാത്തതിനാൽ അത്യാഹിത വിഭാഗം പോലും പ്രവർത്തിക്കാനാകുന്നില്ല. അധ്യാപകരും പ്രവൃത്തി പരിചയ സംവിധാനങ്ങളും ഹോസ്റ്റലുമില്ലാത്തത് മെഡിക്കൽ വിദ്യാർത്ഥികളുടെ പഠനത്തെയും ബാധിച്ചിട്ടുണ്ട്. കേരളത്തിലെ ആരോഗ്യരംഗം ലോക മാതൃകയാണെന്നും നമ്പർ 1 ആണെന്നും നിരന്തരം പറയുമ്പോഴും പാലക്കാട് മെഡിക്കൽ കോളേജിന് വാഗ്ദാനങ്ങളല്ലാതെ മറ്റൊന്നും ലഭിക്കുന്നില്ല. ഈ സാഹചര്യത്തിലാണ് മെഡിക്കൽ കോളേജിന് റീത്ത് വെച്ച് സമരം നടത്തിയത്. എല്ലാ തടസ്സങ്ങളും നീക്കി പൂർണ്ണസജ്ജമായി പ്രവർത്തിക്കാനുള്ള നടപടികൾ സ്വീകരിക്കണമെന്നും സമരത്തോടൊപ്പം എന്നും കൂടെ നിൽക്കുമെന്നും സമരത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് സമരവേദിയിലെത്തിയ NDAയുടെ പാലക്കാട് നിയമസഭാ സ്ഥാനാർത്ഥി ശോഭാ സുരേന്ദ്രൻ പറഞ്ഞു. പാലക്കാട് ഗവൺമെൻറ് മെഡിക്കൽ കോളേജിന് പ്രത്യേകം റീത്ത് വെച്ച് ശോഭാ സുരേന്ദ്രൻ സമരത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചു. പാലക്കാട് ഗവൺമെൻറ് മെഡിക്കൽ കോളേജ് സമരസമിതിയുടെ ചെയർമാൻ ആർമുഖൻ പത്തിച്ചിറ അധ്യക്ഷത വഹിച്ചു. സമരസമിതി ജനറൽ കൺവീനർ റൈമണ്ട് ആന്റണി മുഖ്യപ്രഭാഷണം നടത്തി. കൈമുറിച്ച് മാറ്റപ്പെട്ട പല്ലശ്ശേന സ്വദേശിയായ വിനോദിനിയുടെ അമ്മ പ്രസീത, പാലക്കാടൻ കർഷക മുന്നേറ്റം ജില്ലാ സെക്രട്ടറി സജീഷ് കുത്തനൂർ, രഘു മാത്തൂർ, KR ഹിമേഷ്, ബാലചന്ദ്രൻ പോത്തേൻകാട്, രാജേഷ് കുത്തനൂർ, ബാബു തരൂർ, സിദ്ദിഖ് ഇരുപ്പശ്ശേരി, കാരപ്പാടം ബാലകൃഷ്ണൻ എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. ഷൊർണൂർ റെയിൽവേ ജംഗ്ഷൻ 2ാം ഘട്ട പ്രവൃത്തികളിൽ കൂടുതൽ മാറ്റങ്ങൾ വരും. 3 പാലങ്ങൾ ഉൾപ്പെടെയുള്ള പ്രൊജക്ടുകളാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. 2ാം ഘട്ട പ്രവൃത്തികൾ അധികം വൈകാതെ ആരംഭിക്കും. നേരത്തെ ആദ്യഘട്ട നവീകരണം 19 കോടി രൂപ ചെലവിൽ നിർമ്മിച്ചിരുന്നു. കെട്ടിലും മട്ടിലും മാറ്റം വന്ന ഷൊർണൂർ റെയിൽവേ ജംഗ്ഷനിൽ ഇനിയും കൂടുതൽ മാറ്റങ്ങൾ വരും. 3 പാലങ്ങൾ ഉൾപ്പെടെയുള്ള പ്രോജക്റ്റുകളാണ് 2ാം ഘട്ട പ്രവൃത്തിയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. നിലവിൽ ആദ്യഘട്ട നവീകരണം പൂർത്തീകരിച്ചത് 19 കോടി രൂപ ചിലവഴിച്ചാണ്. ഇതിന്റെ ഉദ്ഘാടനം പ്രധാനമന്ത്രി ഒരാഴ്ച മുൻപ് നിർവഹിച്ചിരുന്നു. അമൃത് ഭാരത് പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് സ്റ്റേഷൻ നവീകരണം നടപ്പാക്കുന്നത്. 2ാം ഘട്ട പ്രവൃത്തികൾ അധികം വൈകാതെ ആരംഭിക്കാനാകുമെന്നാണ് സ്റ്റേഷൻ അധികൃതർ നൽകുന്ന സൂചന. 2ാം ഘട്ടത്തിൽ കൂടുതൽ മാറ്റങ്ങളുണ്ടാകും. 7ാം പ്ലാറ്റ്ഫോമിന് സമീപം പുതിയൊരു പ്രവേശന കവാടമാണ് ഇതിൽ പ്രധാനം. ഒപ്പം അവിടെ ഒരു ഷോപ്പിംഗ് കോംപ്ലക്സും പോലീസ് സുരക്ഷാ സംവിധാനങ്ങൾക്ക് പുതിയ കെട്ടിടവും പദ്ധതിയിടുന്നുണ്ട്. 1ാം പ്ലാറ്റ്ഫോമിന്റെ നീളം കൂട്ടുന്ന പദ്ധതിയാണ് മറ്റൊന്ന്. ഒപ്പം 7 പ്ലാറ്റ്ഫോമുകളിലും പൂർണ്ണമായും മേൽക്കൂരയും ഒരുക്കും. പ്ലാറ്റ്ഫോം മാറാൻ ഒരു മേൽപ്പാലമേ ഉള്ളൂ എന്നാണ് ഇപ്പോൾ യാത്രക്കാരെ ബുദ്ധിമുട്ടിലാക്കുന്നത്. 1/2 കിലോമീറ്ററിലേറെ പലർക്കും നടക്കേണ്ടി വരുന്നുണ്ട്. പഴക്കം ചെന്ന മേൽപ്പാലം പൊളിച്ചിരുന്നു. മറ്റൊരു സ്ഥലത്ത് പുതിയൊരു മേൽപ്പാലം നിർമ്മിച്ചിട്ടുണ്ട്. 2ാം ഘട്ടത്തിൽ 2 മേൽപ്പാലങ്ങൾ കൂടി നിർമ്മിക്കും. ന്യൂസ് സെന്റർ, ഷൊർണൂർ. ചൂടോട് ചൂട്. വരും ദിവസങ്ങളിലും ചൂടിന്റെ കാഠിന്യം കൂടുതലാകുമെന്നാണ് റിപ്പോർട്ടുകൾ. വഴിയാത്രക്കാർ, പുറം ജോലി ചെയ്യുന്നവർ, വിവിധ തൊഴിൽ മേഖലയിൽ ഉൾപ്പെട്ടവർ പറയുന്നത് നിലവിലെ ചൂട് സഹിക്കാൻ കഴിയുന്നില്ല എന്നാണ്. ചൂട് കൂടിയതോടെ ഇളനീർ, പനംനുങ്ക്, തണ്ണിമത്തൻ എന്നീ വഴിയോര കച്ചവടവും കൂടുതൽ സജീവമായിട്ടുണ്ട്. ഒരു റിപ്പോർട്ടിലേക്ക്. ചൂടോട് ചൂട്. വേനലിലെ കനത്ത ചൂടിനെ കുറിച്ച് ആദ്യം ചിലരുടെ അഭിപ്രായങ്ങൾ നോക്കാം. ചൂട് നല്ല ചൂടാണ് ഇപ്പോൾ. അപ്പോൾ നമ്മൾ മാക്സിമം ഒരു 10-15 വരെ വെയിലുള്ള ഭാഗത്ത് പിന്നെ ഒക്കെ അഡ്ജസ്റ്റ് ചെയ്തിട്ട് നമുക്ക് പണിയെടുക്കുന്നത് കുറച്ചാണ്. പൊതുവെ കൂടുതലാണ്. ഇനിയും കൂടുന്നാണ് കരുതുന്നത്. ഇനിയും കൂടുമോ അറിയില്ല. നല്ല തളർച്ചയുണ്ട്, ക്ഷീണമുണ്ട്, പണിയെടുക്കാനൊന്നും പറ്റില്ല. ഭയങ്കര കഷ്ടമാണ്. നടക്കാൻ പറ്റില്ല. തല കറങ്ങി പോകുക, എന്തൊക്കെയാണ് എപ്പോഴാണ് പണിയാവുക എന്നറിയില്ല. കയ്യും കാലം കുഴക്കാനേ ഉച്ച വരെയൊക്കെ പിടിച്ച് നിൽക്കാൻ പറ്റില്ല. അതിൻ്റെ അപ്പുറം പോകില്ല. വഴിയാത്രക്കാർ, പുറം ജോലികളിൽ ഏർപ്പെടുന്നവർ, വിവിധ തൊഴിൽ മേഖലയിൽ ഉൾപ്പെട്ടവരുടെ അഭിപ്രായങ്ങളാണിത്. ഏകദേശം 11:30-12 മണിയാവുമ്പോഴേക്കും തളർച്ചയും ക്ഷീണവും ഉണ്ടാകുന്നുവെന്നാണ് പുറം ജോലികളിൽ ഏർപ്പെടുന്നവർ പറയുന്നത്. കനത്ത ചൂടിനെ എങ്ങനെ പ്രതിരോധിക്കുമെന്ന ആശങ്കയും ഇവർക്കുണ്ട്. ഞായറാഴ്ച വരെ വിവിധ ജില്ലകളിൽ 37 ഡിഗ്രി സെൽഷ്യസ് വരെയും മറ്റു ചില ജില്ലകളിൽ 36 ഡിഗ്രി ചൂട് വരെയും ഉണ്ടാകുമെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. മാർച്ച് മാസത്തിലെ ചൂട് തന്നെ സഹിക്കാനാവുന്നില്ല. ഇനി ചൂടിൻ്റെ കാഠിന്യം കൂടുതലാകുമ്പോൾ കൂടുതൽ ബുദ്ധിമുട്ടുകൾ സഹിക്കേണ്ടി വരും. ചൂട് കൂടുതലായതോടെ പുഴകളിലും കുളങ്ങളിലും മറ്റു ജലസ്രോതസ്സുകളിലും വെള്ളത്തിൻ്റെ അളവും നന്നേ കുറഞ്ഞിരിക്കുന്നു. ചൂട് കൂടിയതോടെ വാഹനയാത്രക്കാർ ഉൾപ്പെടെയുള്ളവർ ഒന്ന് ദാഹമകറ്റാൻ പാതയോരത്തെ ശീതളപാനീയങ്ങളെ ആശ്രയിക്കുന്നു. ഇളനീർ, തണ്ണിമത്തൻ, പനംനൊങ്ക് എന്നീ വഴിയോര കച്ചവടം തകൃതിയായി നടക്കുന്നു. ഇത്തരം കേന്ദ്രങ്ങളിലാണ് ദാഹമകറ്റാൻ വഴിയാത്രക്കാർ എത്തിച്ചേരുന്നത്. ആവശ്യക്കാർ ഏറി വരുന്നുണ്ട്. തരക്കേടില്ലാത്ത കച്ചവടമാണ് നടക്കുന്നതെന്ന് കച്ചവടക്കാർ പറയുന്നു. ആവശ്യക്കാരൊക്കെ ഉണ്ട്. ഇപ്പോൾ ഒന്ന് ചൂടിൻ്റെ മുന്നേ കച്ചവടം ചുമ്മായിരുന്നു. ഇപ്പോൾ കച്ചവടമൊക്കെ ഒന്ന് ഇതായിട്ടുണ്ട്.
ഇനിയും ചൂട് കൂടിയാൽ കാര്യങ്ങൾ കൈവിടും. പൊള്ളലേൽക്കാനും സാധ്യത കൂടുതലാണ്. ചൂടിൻ്റെ കാഠിന്യം കൂടുമ്പോൾ ജാഗ്രതയും പൊതുജനങ്ങളിൽ ആവശ്യമാണ്. ന്യൂസ് സെന്റർ, ഷൊർണൂർ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. നിയമസഭാ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയ പോരും മുറുകുന്നു. ചിറ്റൂർ നിയോജക മണ്ഡലം സ്ഥാനാർത്ഥി സുമേഷ് അച്യുതന്റെ തെരഞ്ഞെടുപ്പ് പ്രചരണ ബോർഡുകൾ നശിപ്പിച്ചു. വണ്ടിത്താവളത്ത് സ്ഥാപിച്ച ബാനറുകളും പോസ്റ്ററുകളുമാണ് വ്യാപകമായി നശിപ്പിച്ചത്. പരാജയഭീതിയാണ് രാഷ്ട്രീയ എതിരാളികളെ ഇത്തരം പ്രവൃത്തികൾക്ക് പ്രേരിപ്പിക്കുന്നതെന്ന് നിയോജക മണ്ഡലം UDF ചെയർമാൻ രതീഷ്. മഹിളാ കോൺഗ്രസ് മുൻ മണ്ഡലം പ്രസിഡന്റും നിലവിൽ ജില്ലാ സെക്രട്ടറിയുമായ ജയലക്ഷ്മി BJPയിലേക്ക്. കൂനത്രയിൽ നടന്ന ഷൊർണൂർ മണ്ഡലം NDA സ്ഥാനാർത്ഥി ശങ്കുട്ടി ദാസിന്റെ പ്രചരണ പരിപാടിയിൽ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി ജയലക്ഷ്മിയെ ഷാൾ അണിയിച്ച് സ്വീകരിച്ചു. കോങ്ങാട് മണ്ഡലം NDA സ്ഥാനാർത്ഥി രേണു സുരേഷിന്റെ റോഡ് ഷോ കോങ്ങാട്ടിൽ. നിരവധി പ്രവർത്തകർ റോഡ് ഷോയുടെ ഭാഗമായി. കേന്ദ്രസേനയുടെ റൂട്ട് മാർച്ച് ചെറുതുരുത്തിയിൽ. ഷൊർണൂർ കുളപ്പള്ളി ബസ് സ്റ്റാൻഡിൽ വയോധികനെ മരിച്ച നിലയിൽ കണ്ടെത്തി. ഏകദേശം 65 വയസ്സ് തോന്നിക്കുന്ന വയോധികനെയാണ് മരിച്ച നിലയിൽ കണ്ടെത്തിയത്. പാലക്കാട് മെഡിക്കൽ കോളേജിന്റെ പ്രവർത്തനം പൂർണ്ണ സജ്ജമാക്കാൻ തടസ്സം നിൽക്കുന്ന കേരള സർക്കാരിന്റെയും ഉദ്യോഗസ്ഥന്മാരുടെയും മെല്ലെ പോക്കിൽ പാലക്കാട് മെഡിക്കൽ കോളേജ് സമരസമിതിയുടെ നേതൃത്വത്തിൽ റീത്ത് വെച്ച പ്രതിഷേധം. ആരോഗ്യവകുപ്പിന്റെ ചികിത്സാ പിഴവിൽ വലതുകൈ മുറിച്ചു മാറ്റപ്പെട്ട വിനോദിനിയും സമരവേദിയിൽ. റീത്ത് വെച്ചത് വിനോദിനി. സമരത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് പാലക്കാട് മണ്ഡലം NDA സ്ഥാനാർത്ഥി ശോഭാ സുരേന്ദ്രൻ. ഈ വാർത്താ ബുള്ളറ്റിൻ അവസാനിക്കുന്നു. നമസ്കാരം.